ഒരു പുര കത്തുന്നത് പോലെയുള്ള ഒരവസ്ഥയിൽ അതിൻ്റെ മുമ്പിൽ നിന്ന് ആര് തീ കെടുത്തണം അഥവാ പുര കത്തുന്നുണ്ടോ എന്നതിനൊരു കമ്മീഷൻ നിയമിക്കണമെന്നൊക്കെ പറയുന്നവർ ഈ രാജ്യത്തിൻ്റെ മിത്രങ്ങളാണോ? മിത്രങ്ങളാണോ എന്ന് തന്നെയല്ല, അവരെ ഈ രാജ്യത്തിൻ്റെ കാവലേൽപ്പിക്കാൻ കൊള്ളാമോ എന്ന് നിങ്ങൾ ആലോചിക്കണം. എനിക്ക് ഏറ്റവും ദുഃഖം തോന്നിയൊരു സംഗതിയാണ്, ഇന്നലെ ഒരു ദൃശ്യമാധ്യമത്തിൽ ഉത്തരവാദപ്പെട്ട ഒരാൾ പറയുകയാണ്, മുല്ലപ്പെരിയാർ പുതിയ അണ കെട്ടുന്നതിന് അങ്ങനെ പെട്ടെന്ന് അനുവാദം നൽകാൻ ബുദ്ധിമുട്ടാണ്. അവിടെ ഇന്ന് ഭാഗ്യവശാലി ദൃശ്യമാധ്യമങ്ങൾ കൊണ്ട് നമുക്കൊരു വലിയ ഗുണമുണ്ട്. അവിടെ എത്രത്തോളം എവിടെയെല്ലാം വിടവുകളുണ്ട്, പൊട്ടലുണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. കാണുകയാണ്, സീയിങ് ഈസ് ബിലീവിങ് എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. കാണുകയാണ് വിശ്വസിക്കൽ. അങ്ങനെ ഒരവസ്ഥയിൽ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും നിരവധി ഗ്രാമങ്ങളും ഏതാനും നഗരങ്ങളും കൃഷിയിടങ്ങളും എല്ലാം മനുഷ്യരും ഒലിച്ചു പോകത്തക്ക തരത്തിലുള്ള ഒരു മഹാദുരന്തത്തിൻ്റെ സൂചന പ്രകൃതി തന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനുടനടി ഉണർന്ന് നിവാരണം ചെയ്യണം എന്ന് തോന്നിക്കണമെന്നുണ്ടെങ്കിൽ പ്രധാനമായി വേണ്ടത് ദേശീയ വീക്ഷണം ആണ്. ദേശീയമായ വീക്ഷണം. ചില സംസ്ഥാനങ്ങളിലെങ്കിലും ദേശീയ വീക്ഷണമില്ലാത്തവർ ഭരിക്കുന്നു. അതാണ് ഒരു സംഗതി. രണ്ട്, മനുഷ്യജീവൻ എവിടെയായാലും, അത് തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും ദില്ലിയിലായാലും പഞ്ചാബിലായാലും ഗുജറാത്തിലായാലും ബംഗാളിലായാലും അത് മനുഷ്യജീവനാണെന്നും അതിനെ രക്ഷിക്കേണ്ട ചുമതലയാണ് പ്രാഥമികമായി നമുക്കുള്ളതെന്നും പ്രധാനമായും നമുക്കുള്ളതെന്നും എന്ന അവബോധം, അതിന് മൊത്തത്തിൽ മനുഷ്യസ്നേഹം എന്ന് പറയും. പക്ഷെ നമ്മൾ ഈ മനുഷ്യസ്നേഹം എന്ന് പറയുമ്പോൾ പണ്ട് ഒരു കുസൃതി ചോദ്യം ചിലർ ചോദിക്കുമായിരുന്നു, മുതലാളി മനുഷ്യനല്ലേ എന്ന്. മുതലാളി ജന്മം കൊണ്ടോ ക്ലിനിക്കലായിട്ടോ മനുഷ്യനായിരിക്കും, പക്ഷേ മനുഷ്യരുടെ പ്രതിനിധിയല്ല എന്നർത്ഥം. മനുഷ്യരുടെ പ്രതിനിധി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് തൻ്റെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനവും ജീവിക്കാൻ ഉതകുന്ന എന്തെങ്കിലും സംഭാവന ചെയ്യുന്നവനാണ് മനുഷ്യൻ. അന്യന് വേണ്ടി എൻ്റെ കാര്യങ്ങളെക്കാളും കൂടുതൽ ഉത്കണ്ഠ എവിടെ തുടങ്ങുന്നുവോ അവിടെയാണ് നാഗരികതയുടെ ആരംഭം, സിവിലൈസേഷൻ്റെ ആരംഭം എന്ന് പറയാറുണ്ട്. ഇത് വളരെ പഴയ ദാർശനികന്മാർ നമ്മെ പഠിപ്പിച്ചതാണ്. അന്യന് വേണ്ടിയുള്ള ഒരു ഉത്കണ്ഠ, താല്പര്യം, അത് നമ്മുടേതിനേക്കാൾ വലുതാണ് എന്ന്. ഇവിടെ വെറും പ്രാദേശികമായ താല്പര്യങ്ങളും അതിൽ തന്നെ കുടുംബ താല്പര്യങ്ങളും ഉള്ള കക്ഷികളുണ്ട്. കുടുംബ താല്പര്യം എന്ന് വെച്ചാൽ കക്ഷിയുടെ നേതൃത്വത്തിലിരിക്കുന്നവരുടെ താല്പര്യം. അങ്ങനെയുള്ളവർ തസ്കരന്മാരുടെയും കള്ളന്മാരുടെയും കൂടെ കുപ്രസിദ്ധമായ തിഹാർ ജയിലിൽ കിടന്നാൽ പോലും പിന്നെയും അവരെ രക്ഷിക്കാൻ പഴുതുണ്ടോ എന്ന് അന്വേഷിക്കുന്ന താല്പര്യം ഇന്ത്യയിലെ മനുഷ്യരുടേതാണോ അതോ മറ്റാരുടേതെങ്കിലുമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പോട്ടെ, ചിന്തിച്ചു, ഉത്തരവും കിട്ടി. പക്ഷേ ഉത്തരം കിട്ടിയാൽ മാത്രം പോരാ, അതിനെന്താണ് പരിഹാരം? അതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ള ഒരാളിൻ്റെ ഒരു പ്രത്യേകത. അയാൾ അതിന് ഉത്തരം, ക്രിയാത്മകമായ ഉത്തരം കണ്ടെത്തേണ്ട ചുമതല നമുക്കുണ്ട്. ആ ഉത്തരമാണ് സമാന ചിന്താഗതിക്കാരായ, നിശബ്ദരാക്കപ്പെടുന്ന, ചൂഷണം ചെയ്യപ്പെടുന്ന, പ്രകൃതി ദുരന്തങ്ങൾ മൂലം പരിഹാരമില്ലാത്തതായിരിക്കുന്ന നാശനഷ്ടങ്ങൾക്ക് വിധേയരായിത്തീരുന്ന കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും ഇടത്തരക്കാരുടെയും ഗ്രാമീണരുടെയും ഒക്കെ. അതാണ് ഇന്ത്യ. അവരാണ് ഭൂരിപക്ഷം. അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് നേതൃത്വം കൊടുക്കാനുള്ള ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിരിക്കണം. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ ആദ്യത്തെ ഇന്ത്യൻ പാർലമെൻറ്റിൽ
ഇതിന് ഞാനീ പറഞ്ഞ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റിയ ഒരു സുവർണ പ്രതിപക്ഷം, ഒരു ഗോൾഡൻ ഓപ്പോസിഷൻ എന്നാണ് ചരിത്രകാരന്മാർ പലരും പറഞ്ഞത്, AKജിയുടെ നേതൃത്വത്തിലുണ്ടായി. ഇന്നവിടെ ഉണ്ടോ? ഇന്നെന്താ അവിടെ ഉള്ളത്? ഇന്ത്യ ഒട്ടാകെയുള്ള പാവപ്പെട്ട തമിഴരും പാവപ്പെട്ട മലയാളികളും പാവപ്പെട്ട ആദിവാസികളും പാവപ്പെട്ട ആ ഇടുക്കി മുല്ലപ്പെരിയാർ പ്രദേശത്തൊക്കെയുള്ള പാവപ്പെട്ടവരും ഒക്കെ തന്നെ പ്രതിനിധാനം ചെയ്യുന്ന താല്പര്യങ്ങളുടെ സംരക്ഷണത്തിന് പറ്റിയ ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ ശക്തമായിട്ട് ഇന്നുണ്ടോ? ശക്തമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംഘടിതമായി ക്രിയാത്മകമായി ശക്തിയോടുകൂടി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ലാതെ അവർക്ക് ശക്തിയില്ലാതായിട്ടൊന്നുമില്ല. എത്ര ദശകങ്ങൾ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പ്രസ്ഥാനത്തെ ശക്തി പ്രാപിപ്പിക്കേണ്ടത് ഇന്ത്യൻ ജീവിതത്തിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമാണ്. അതിൽ നാം ഓരോരുത്തരും നമ്മുടേതായ പങ്ക് വഹിക്കണം. നാം ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട്. ഒരു സൈന്യത്തിൽ സൈന്യത്തലവനുണ്ടാവും, ലെഫ്റ്റനൻ്റ് ഉണ്ടാവും, കേണലുണ്ടാവും, പലതും ഉണ്ടാവും. ഓരോ ആളിനും അയാളുടേതായിരിക്കുന്ന ആ നിയോഗം നിറവേറ്റുമ്പോഴാണ് മൊത്തത്തിൽ അതിൻ്റെ ശക്തി ഉണ്ടാകുന്നത്. അങ്ങനെ ഇന്ത്യയിൽ ദേശീയ താല്പര്യമുള്ള, ദേശീയ ബോധമുള്ള ഈ ഇന്ത്യയിലെ ബഹുജന ജീവിതത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്ന, പെട്ടെന്ന് കമ്മ്യൂണിസം കൊണ്ടുവരികയല്ല ഇത്, ദേശീയ ദുരന്തങ്ങളുടെ മുമ്പിൽ നിന്ന് അവരെ രക്ഷിച്ചിട്ട് വേണം നമ്മൾ മനസ്സിലിരിക്കുന്ന തരത്തിലുള്ള വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കാൻ. എന്നാലേ അതുണ്ടാവും. അതിൻ്റെ പ്രീ റിക്വസിറ്റാണ്, അതിൻ്റെ മുൻപേ ആവശ്യമുള്ളൊരു സംഗതിയാണിത്. അതിനുതകുന്ന തരത്തിലുള്ള ഒരു നിലപാട് എടുക്കുവാൻ പറ്റുന്ന പ്രസ്ഥാനത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന, അതിൻ്റെ പയണിയറായിട്ടുള്ള, അതിൻ്റെ സ്പിയർ ഹെഡായിട്ടുള്ള, അതിൻ്റെ കുന്തമുനയായിട്ടുള്ള, അതിൻ്റെ ഏറ്റവും വലിയ ഊർജമായിട്ടുള്ള ഒരു പാർട്ടിയുടെ സമ്മേളനത്തിൻ്റെ ലോഗോവാണ് പ്രകാശിപ്പിച്ചതെന്ന തികഞ്ഞ ഗൗരവബോധത്തോടു കൂടിയാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഉയർത്തി കാണിക്കുന്നത്. ഇതിനോട് നിങ്ങളുടേതായിരിക്കുന്ന പ്രതിബദ്ധത, അതാണ് എനിക്ക് ആവശ്യം. അല്ലാതെ ഒരു നല്ല ചിത്രം കിട്ടി, ഇത് വരച്ച ആ ദേശത്ത് ഞാൻ ധാരാളം നടന്നിട്ടുള്ളതാണ്. ഈ പ്രസ്ഥാനവും ഈ മാർക്സ് ക്ലബ്ബും ഒക്കെ എനിക്ക് നല്ല എൻ്റെ വീട് പോലെ പരിചയമുള്ളതാണ്. അപ്പോൾ ഒരു നല്ല പടം കണ്ടു, കുട്ടികൾ സിനിമ കാണും. എന്ത് കണ്ടു? കാറോടുന്നത് കണ്ടു, ബസ് ഓടുന്നത് കണ്ടു, പിന്നെ മനുഷ്യർ വർത്തമാനം പറയുന്നത് കേട്ടു ഒരു സ്ക്രീനിൽ എന്ന് പറയുന്ന പോലെയല്ല നമ്മളിത് കാണേണ്ടത്. ഞാൻ കുറച്ച് വേദനിച്ചും അതേ സമയത്ത് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പറയുകയാണ്, ഇത് കാണുമ്പോൾ ഈ ലോഗോ പ്രതിനിധാനം ചെയ്യുന്ന ഒരാശയമുണ്ട്. ആ ആശയത്തെ ഇന്ത്യയിൽ നമുക്കിപ്പോൾ ഇവിടെയാണ് നമ്മുടെ കർമ്മമണ്ഡലമെങ്കിൽ ഈ കർമ്മമണ്ഡലത്തിൽ ആ ആശയത്തെ സഫലമാക്കുന്നതിന് നാം ഒന്നിച്ചു നിന്ന് ഒരു ഏക ശിലാ ശക്തിയോടുകൂടി, ഒരൊറ്റ കൽമണ്ഡപത്തിൻ്റെ ശക്തിയോടുകൂടി, ഒരു മോണോലിഥിക് യൂണിറ്റിയോടുകൂടി പെരുമാറും എന്ന് സ്വയം പ്രതിജ്ഞ എടുക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതാണ് ഈ ലോഗോ പ്രകാശിപ്പിക്കുമ്പോൾ എനിക്ക് തരാനുള്ള സന്ദേശം. അതാണ്.